ബോട്ട് കാണാം. ഇന്ന് ഞങ്ങൾക്ക് മെയിനായിട്ട് പരിപാടി സെൻറ്റ് മേരീസ് ഐലാൻഡ് അവിടെ പോവാണ്. ഞങ്ങൾ സെൻറ്റ് മേരീസ് ഐലാൻഡ് പോവാണ് അല്ലേ. അവിടെ പോയിട്ട് ബീച്ചിൽ പോയിട്ട് അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. എന്നിട്ട് നമ്മുടെ ബോട്ടിൽ കൊണ്ടുപോകും കടലിൽ. അവിടെ പോയിക്കൊണ്ടിരിക്കാം. ആ റോഡാണ് ഇത്. ബീച്ചിൽ പോണ റോഡല്ല ഇത്. ഇവിടെ ഞങ്ങൾ ഇന്നലെ കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞങ്ങൾ കണ്ടുപിടിച്ച റോഡാണ്. അപ്പോൾ ഇവിടുന്നും ആ ബീച്ചിലേക്ക് പോവാം. മറ്റേത് അപ്പോൾ ട്രാഫിക് ഒഴിവാക്കാനായിട്ട്. അവിടെ മെയിൻ ബീച്ചിൻ്റെ റോഡ് ഭയങ്കര തിരക്കായിരിക്കും, കടകളും കാര്യങ്ങളും, പിന്നെ പാർക്കിങ്. ഇത് ഫ്രീ പാർക്കിംഗ് ആയിരിക്കും. നമ്മുടെ വണ്ടി മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട്. ഇത് ഡയറക്റ്റായിട്ട് ബാക്ക് സൈഡ് അല്ല, എന്നാലും സൈഡിലെ ബീച്ച് എത്തും. നമുക്ക് അവിടേക്ക് കുറച്ച് നടന്നാൽ മതി. കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെ ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നത്. അപ്പം ഇവിടുന്ന് പോവാനായിട്ടുള്ള വഴി ഞങ്ങൾക്ക് ഉണ്ടെന്ന് മനസ്സിലായി. ബീച്ച് കുറേ പേരുണ്ടല്ലോ ഈ പകൽ സമയത്തെല്ലാം. ഞങ്ങൾ വിചാരിച്ചിരുന്ന തിങ്കളാഴ്ച ആയതുകൊണ്ട് അധികം ആൾക്കാരുണ്ടാവില്ല. നല്ല ആൾക്കാരുണ്ട്. രാവിലെ തന്നെ വന്നിട്ടുണ്ട് കടലിൽ കയറാനായിട്ട്. പോയപ്പോഴത്തേനും മൽപ്പെ ബീച്ചിൽ ഇപ്പോൾ ഇന്ന് ബോട്ടിംഗ് ഇല്ല. അപ്പം ഞങ്ങൾ സീ വാക്ക് ബീച്ച് ഇവിടെ വന്നേക്കാം. ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് കടലിലോട്ട് പോകണം. ബോട്ടിൽ കയറാനായിട്ട് ക്യൂ നിൽക്കുകയാണ്. അയ്യോ, നിൽക്കാനേ പറ്റുള്ളൂ. ഇത് ഇല്ല, ഇരിക്കാനുള്ളതല്ല. ഇരിക്കാനുള്ളതും ഉണ്ട്, നിൽക്കാൻ ചെയ്യാം, ഇരിക്കുകയും ചെയ്യാം. ഇരിക്കാനുള്ള ആൾക്കാരനെയല്ലേ കൊണ്ടുപോകുള്ളൂ. ഇതേത് നമുക്ക് എവിടെ ഇരിക്കാം? ഇതേ വലിയ ബോട്ടാ. ഓ, ഇങ്ങനെ ചെയർ ഇട്ട് നമുക്ക് ഇങ്ങനെ ഇരുന്നാലോ? നമുക്ക് ഇങ്ങനെ ഇരിക്കാം, ഈ സൈഡിലിരിക്കാം. ഇയാള് പറ, എന്നാലല്ലേ പോയിരിക്കാൻ പറ്റും. ഇതാ ഇവിടെ ഇരുന്നോ. ഇതെങ്ങനെ ഇടണ്ട? ഇത് പിടിക്കണം. പിടിച്ച ഇത് പിടിക്കും. അപ്പോൾ അങ്ങനെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ആദ്യമായിട്ട് കടലിലോട്ട് പോവുകയാണ്, ഒരു ദ്വീപിലേക്ക്. അപ്പോൾ അവിടെ വെച്ചിട്ട് കാണാം നമുക്ക് എന്തൊക്കെയാണ് അവിടുത്തെ പ്രത്യേകതകളെന്ന്. ವಿಹರಿಸಲು 1 ಗಂಟೆಯ ಅವಕಾಶ. ಪ್ರಯಾಣಿಕರು ಒಂದೇ ಸ್ಥಳದಲ್ಲಿ ಕುಳಿತು ಸಹಕರಿಸುತ್ತಾರೆ. ನಿಮ್ಮ ಸೊತ್ತುಗಳಿಗೆ ನೀವೇ ಜವಾಬ್ದಾರರು, ಸಂಸ್ಥೆಯು ಜವಾಬ್ದಾರರಲ್ಲ. ನಿಮ್ಮ കയറി ഉടനെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ബോട്ട് അനൗൺസ് ചെയ്യാൻ തുടങ്ങി. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് എത്താനായിട്ട് അരമണിക്കൂർ, പിന്നെ അവിടെ സ്പെൻഡ് ചെയ്യാൻ 1 മണിക്കൂർ, പിന്നെ തിരിച്ചു വരാൻ അരമണിക്കൂർ. ഇങ്ങനെ ഞങ്ങൾക്ക് 2 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾക്ക് പോയിട്ട് തിരിച്ചു വരാനുള്ള അതൊക്കെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ കടലിലോട്ട് ഇങ്ങനെ ഇറങ്ങി. എന്നിട്ട് കടലിലേക്ക് പോയപ്പോൾ തന്നെ ഡോൾഫിനുകളുടെ ചാട്ടമായിരുന്നു അവിടെ. അപ്പോൾ അങ്ങനെ ഡോൾഫിൻസിനൊക്കെ കണ്ടിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ പാട്ടുകളൊക്കെ ഇട്ടുണ്ടായിരുന്നു, ആൾക്കാർ ഡാൻസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആദ്യമായിട്ടായതുകൊണ്ട് ചെറിയൊരു വോമിറ്റിംഗ് സെൻസേഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ലായിരുന്നു യാത്ര. കടൽ ഭയങ്കര ശാന്തതയായിരുന്നു. അധികം വേവ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അധികം ചാട്ടവും കുലുക്കമൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് വലിയ ബോട്ടായിരുന്നു. അപ്പം ഉടുപ്പിയിലെ മൽപ്പെ ബീച്ചില്ലേ, അവിടുത്തെ ബോട്ടൊക്കെ കുഞ്ഞു ബോട്ട്സാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് ഇച്ചിരി കൂടി സ്പീഡ് ബോട്ട്സൊക്കെ ഇല്ല, അങ്ങനത്തെ ബോട്ട് അത് ഇച്ചിരി കൂടി ചാട്ടമൊക്കെ കൂടുതലായിരിക്കും. പക്ഷേ ഇത് ഞങ്ങൾ സീ വാക്ക് ബീച്ചിലേക്ക് അവിടെ ഇന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ പോയ ദിവസം അവിടെ എന്തോ പൂജയൊക്കെ ആയതുകൊണ്ട് കുറേ ആളുകളൊന്നും വന്നിട്ടില്ല അവിടെ വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് സീ വാക്ക് ബീച്ചിലേക്ക്. അവിടെ നിന്നൊരു 4-5 കിലോമീറ്റർ ദൂരം മാറി. ഇവിടുത്തെ ഏറ്റവും ഇച്ചിരി വലിയ ബോട്ടാണ്. അപ്പോൾ അധികം കുലുക്കമൊന്നും ഇല്ലായിരുന്നു. ആൾക്കാർക്കൊക്കെ നിന്ന് സൗകര്യമായിട്ട് നിൽക്കാനും ഒക്കെ പിടിക്കാനൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം ആൾക്കാർ ഇരിക്കാനുള്ള സ്ഥലവും ഉണ്ടായിരുന്നു.
അപ്പോൾ അങ്ങനെ നല്ലതായിരുന്നു അതിനകത്തുള്ള യാത്ര, ബോട്ട് യാത്ര. കുറച്ച് ഇങ്ങനെ അരമണിക്കൂർ യാത്ര കഴിഞ്ഞപ്പോഴത്തേനും ദൂരെ നിന്നൊരു ലാൻഡ് കാണുന്നില്ല, അതാണ് സെൻറ്റ് മാരീസ് ഐലൻഡ്. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടുത്തെ പാറകളൊക്കെ ഒരു എക്സഗൺ ഷേപ്പിലാണ് ഉള്ളത്. അത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചിട്ടുണ്ടായത്, അങ്ങനെയൊക്കെയാണ് എൻ്റെ വിശ്വാസം അവിടുത്തെ അങ്ങനെ ഉണ്ടായതെന്ന്. അവിടുന്ന് വെള്ളത്തിൻ്റെ കളറൊക്കെ കാണുമ്പോൾ ഭയങ്കര നീല കളറായിരിക്കും, നടുക്കടലിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു നീല കളറായിരിക്കും വെള്ളത്തിനൊക്കെ. നല്ലൊരു ഭംഗിയായിരുന്നു അവിടെ എത്തിയിട്ട് ഉള്ള കാഴ്ചകളൊക്കെ നല്ലതായിരുന്നു അവിടുത്തെ. ബോട്ട് കര വരെ എത്തത്തില്ല, അപ്പോൾ ഞങ്ങൾ ഇത്രയും ദൂരത്തിൽ നിർത്തിയിട്ട് വേറൊരു ബോട്ട്സ്, ചെറിയ കുഞ്ഞു ബോട്ട്സ് ഒക്കെ വരും. എന്നിട്ട് ഇതിൽ നിന്ന് അതിലേക്ക് ഷിഫ്റ്റ് ആവണം. അങ്ങനെ ഷിഫ്റ്റായിട്ട് ആ കുഞ്ഞു ബോട്ടാണ് കര വരെ എത്തുന്നത്. അങ്ങനെ ഈ ബോട്ടാണ് ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് വരുന്നത്. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഓരോരുത്തരായിട്ട്. ഇത്രയും ആൾക്കാർ ആ കുഞ്ഞു ബോട്ടിലേക്ക് എല്ലാം, അങ്ങനെ 2 ബോട്ടൊന്നും വരില്ല, ആ ഒറ്റ ബോട്ടിൽ തന്നെ തിരിഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. പിന്നെ ഇത്ര അടുത്തായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ ലൈഫ് ജാക്കറ്റും ഉണ്ടായിരുന്നു. ലൈഫ് ജാക്കറ്റ് ഞങ്ങൾ ഈ ബോട്ടിൽ തന്നെ ഊരിയിട്ട് ആ ബോട്ടിലേക്ക്, ഇപ്പോൾ ഈ ഒരു ബോട്ടിലേക്ക് ഞങ്ങളെ ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത്രയും ആൾക്കാർ ആ കുഞ്ഞു ബോട്ടിലേക്ക് കേട്ടോ, അവർക്കൊരു വിശ്വാസം ഉണ്ടാവുമെന്ന് തോന്നുന്നു. എന്തായാലും വീണ് കഴിഞ്ഞാലും അധികം രക്ഷപ്പെടുത്താനായിട്ട് കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇത്ര ആൾക്കാരെ അതിനകത്ത് കയറ്റിയവർ. ഇതാണ് ഐലൻഡിലേക്കുള്ള വഴി. പിടിച്ചത് ഞങ്ങൾ സെൻറ്റ് മേരീസ് ഐലാൻഡിലേക്ക് വന്നിരിക്കുന്നു. ഇതാണ് അതിൻ്റെ എൻട്രി. എൻട്രി കടകളൊക്കെ ഉണ്ട് കേട്ടോ അകത്ത്, കച്ചവടമാണ്. നമ്മളും രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല. ഇവിടെ നല്ല കുളിർമയുണ്ട്. ആ ചൂട്ടിന്നൊരു ഉണ്ടല്ലോ ഹോട്ടല്, ഈ ഹോട്ടലല്ല എല്ലാം ഉണ്ട്. ഇതുണ്ട്, മാഗി ഉണ്ട്, ജ്യൂസ് ഉണ്ട്. എൻട്രി തന്നെ കുറേ കടകളായിട്ടാണ് ഇവിടെ. സ്നാക്സ് ആയിട്ട് മറ്റേ പാനിപ്പൂരി, മസാലപ്പൂരി, പിന്നെ നൂഡിൽസ്, മാഗി, പിന്നെ ജ്യൂസുകൾ, പിന്നെ കട്ട് ഫ്രൂട്ട്സ്, അങ്ങനെ കുറേ ഐറ്റംസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ആദ്യമേ തന്നെ. അത് പിന്നെ കുറേ മരങ്ങളുണ്ട്. അപ്പോൾ കുറേ ഭാഗത്തേക്ക് ഇങ്ങനെ നല്ല ചൂട്ടത്തിൽ നിന്ന് ഇങ്ങനെ വന്നിങ്ങനെ നല്ല തണലാണ് ഇവിടെ, നല്ല കാറ്റും. എന്താണ് ഈ സെൻറ്റ് മാരീസ് ഐലൻഡ് എന്ന് പറഞ്ഞു? ഇത് ഈ പേരിട്ടത് തന്നെ വാസ്കോ ഡ ഗാമയാണ്. കോഴിക്കോട് പുള്ളിക്കാരൻ ആദ്യമായിട്ട് വരുന്നതിന് മുമ്പ് ആദ്യം ഈ ഐലൻഡിലാണ് വന്നത്. ഈ ഐലൻഡിൽ വന്നൊരു ക്രോസ് നാട്ടി ഈ ഐലൻഡിന് സെൻറ്റ് മാരീസ് ഐലൻഡ് എന്നുള്ള പേരിട്ട് ഇവിടെ നിന്നാണ് പിന്നെ കോഴിക്കോടേക്ക് പോയത്. വാസ്കോ ഡ ഗാമ ഇവിടെയാണ് അപ്പോൾ ആദ്യം വന്നിറങ്ങിയത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് മണ്ണിൽ കാലുകുത്തി ഇവിടെയാണ് ശരിക്കും പറഞ്ഞത്. ഇതൊരു ഐലൻഡ് ആയതുകൊണ്ട് അത്ര ഇമ്പോർട്ടൻസ് ഇല്ലാതായി പോയി. പക്ഷെ കല്ല് പോലെ, മണ്ണ് പോലെ തോന്നും മൊത്തം. ഇതാ ഇത്തില് മാത്രം, മണ്ണേ അല്ല. അങ്ങനെ കുറേ നടന്നു വരുമ്പോഴത്തേനും ഇങ്ങനെ മൊത്തം പാറകളുടെ നടുക്ക് ഇങ്ങനെ നീല കളർ വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്നത് കാണാം, നല്ല ഭംഗി. നമ്മൾ അടുത്ത ബോട്ടിൽ കയറി ഈ കടലിൽ പിന്നെയും യാത്ര. നമ്മൾ ഐലൻഡിൽ നിന്ന് പുറത്തേക്ക് പോകാം.
അവിടെ എത്തി കുറച്ചങ്ങോട്ട് നടന്ന് ഒരു റൗണ്ടൊക്കെ അടിച്ചപ്പോൾ തന്നെ 1 മണിക്കൂർ കഴിഞ്ഞു. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് ബോട്ട് ഷിഫ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് മെയിൻ ബോട്ടിലേക്ക് എത്തി. ഇവിടുന്ന് ഇനി ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഞങ്ങളുടെ കാറിൻ്റെ അടുത്തെത്തും. നല്ലൊരു കാഴ്ചയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ്. ഒരു പ്രാവശ്യമൊക്കെ ഇവിടെ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വന്ന് കാണണം. ഇവിടെ ഒരു സ്ഥലത്ത് വന്നപ്പോൾ തന്നത് പൊനമ്പുളി വെള്ളം ചൂടുവെള്ളത്തിലിട്ടത്. എന്തെങ്കിൽ ഇതാണ് അജ്ജി ഇല്ലി. അതാണ് കടയുടെ പേര്. ഫുഡ് വരുമ്പോൾ അറിയാം എങ്ങനത്തെയാണ്. എൻ്റെ കൂടെ പറഞ്ഞേക്കണം. പറഞ്ഞിട്ടുണ്ട് വന്നു. നല്ലൊരു ലഞ്ച്. ചോറ്, പിന്നെ മത്തിക്കറി, പിന്നെ ചെമ്മീൻ, ഒരു ചമ്മന്തി, പിന്നെ ഒരു വെജിറ്റബിൾ കറി, പിന്നെ ഒരു തേങ്ങയും മീനും ഒരു ചമ്മന്തി, അങ്ങനെ ചോറ് മീൽസ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തത് സ്ക്വിഡിൻ്റെ ഗീ റോസ്റ്റ്. അടിപൊളി ടേസ്റ്റായിരുന്നു. അതിനകത്ത് കാഷ്യൂ നട്ട്സൊക്കെ ഇട്ടിട്ട് ഗീൻ്റെ മണം. പിന്നെ ഒരു അയില വറുത്തത്. പൊളി സാധനം. ഞങ്ങൾ മാംഗ്ലൂരിൽ നിന്ന് ഈ ഒരു സ്ഥലത്ത് ഫുഡ് കഴിച്ച് ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോവാണ്. ബൈ.